വാ സുമിത്രേ, മോനൊരിട്ടിന് അമൽ സ്പ്രേ വാങ്ങണം. സുമിത്ര ഇവിടെ ഈ സ്കൂളിൽ ടീച്ചറാണോ? കൺഗ്രാജുലേഷൻ. വരൂ ടീച്ചറെ, നമുക്ക് പോവാം. നീ അറിയുന്ന ആളാണോ ആ കടക്കാരൻ? ആ, ഞാൻ പഠിച്ച കോളേജിലാ അയാളും പഠിച്ചത്. എന്നിട്ടെന്റെ അയാളോട് നീ ഒന്നും ചോദിക്കാതിരുന്ന? എന്ത് ചോദിക്കാൻ?
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോളേജ് കലാസമിതി അവതരിപ്പിക്കുന്ന ജീവപര്യന്തം എന്ന നാടകം ഉടനെ ആരംഭിക്കുന്നു. ആ, സുമിത്രയ്ക്കൊരു ഫോൺ കാണുന്നുണ്ട്. ആരുടെയാ? അറിയില്ല. ഓ, രാജേട്ടന്റെ ആയിരിക്കും. നീ ഇവിടെ വാ. അയ്യോ, നാടകത്തിന് ബെല്ല് കൊടുത്തു. ഫസ്റ്റ് സീനിൽ ഞാനുണ്ട്. നീ പോയിട്ട് വാ. ഒന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. എന്നെ വിട്ടേക്കൂ പ്ലീസ്. വിട്ടേക്കാം. അതിനു മുമ്പ് യു ആർ സോ ബ്യൂട്ടിഫുൾ. എന്നെ തൊടരുത്. തൊട്ടാൽ ഞാൻ വെള്ളം വയ്ക്കും. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സുമിത്ര ബഹളം വയ്ക്കുന്നു. അത് കേട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഓടിയെത്തുന്നു. വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അവരുടെയൊക്കെ മുമ്പിൽ വെളിച്ചം പോലുമില്ലാത്ത ഈ മുറിയിൽ ഞാനും സുമിത്രയും. മതി, സുമിത്രയുടെ ജീവിതം നശിക്കാൻ അത് മാത്രം മതി. നിന്റെ മാനം നഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ പറയുമ്പോൾ അമ്മ പൊട്ടിക്കരയും. ചിലപ്പോൾ ആത്മഹത്യ. വേണോ നിന്റെ മാനനഷ്ടം, അമ്മയുടെ ആത്മഹത്യ? ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. മറിച്ചാണെങ്കിൽ നീ ദുഃഖിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. നിന്റെ കുറെ നഗ്ന ചിത്രങ്ങൾ. വളരെ മാന്യമായാണ് നിന്നോട് ഞാനിത് ആവശ്യപ്പെട്ടത്. അതനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഞാനൊരു മൃഗമാവും. ഇല്ല, അത് മാത്രം നിങ്ങൾ പറയരുത്. ഒന്നിൽ കൂടുതൽ ഞാൻ പറയാറില്ല. നീ അഴിച്ചില്ലെങ്കിൽ ഞാൻ അഴിക്കും. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാനൊരു പാവമാണ്. പ്ലീസ്. ഇനി ശബ്ദിച്ചാൽ ഒന്നുകളയും. You are so beautiful. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ ഇങ്ങനെ വേർക്കുന്നത്? എന്തോ വല്ലാത്ത ക്ഷീണം. നീ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വന്ന് ഊണ് കഴിച്ചിട്ട് കിടക്കാം. വേണ്ട ചേച്ചി, നല്ല വിശപ്പ് തോന്നുന്നില്ല. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എങ്കിൽ ഊണ് കഴിച്ചിട്ട് കിടന്നാ മതി. വരൂ. മാലിനി, സുമിത്രയോട് വേഗം വരാൻ പറയും. സുമിത്ര ഇന്ന് ബസ്സിൽ പോയിക്കോളാമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതെന്താ? എന്തിനാ സതീശനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. സതീഷിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓഫീസിൽ പോകുന്ന വഴി സ്കൂളിന് മുമ്പ് കാറൊന്ന് നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. വരൂ. സുമിത്രേ, എന്നെ മറന്നിട്ടില്ലല്ലോ. സതീഷിന്റെ വീട്ടിലാണ് താമസം അല്ലേ? കണ്ടു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ടെറസിൽ നിൽക്കുന്നത്. എന്നോട് വെറുപ്പായിരിക്കും. വിവാഹം കഴിഞ്ഞു. എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, ഭാര്യയെ പരിചയപ്പെടുത്താം. ഒന്ന് പോകൂ. സുമിത്രയ്ക്ക് അറിയുമോ, ഞാനിപ്പോ പഴയ സുഖവാനല്ല. ശരിയാണ്, കുറെ കൂടി ക്രൂരനായിട്ടുണ്ട്. അത് പോട്ടെ, സുമിത്ര വീട്ടിലേക്കൊന്ന് വരണം.
ഒരു ചെറുത്താന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ആ ഫോട്ടോകൾ ഇപ്പോഴും എന്നതിലുണ്ട്. പേടിക്കണ്ട, ഞാനത് ആരെയും കാണിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ? എന്തായാലും സുമിത്ര വീട്ടിൽ വരുമല്ലോ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഇല്ല, ഞാൻ വരില്ല. വരും, നീ വരും. രാജേട്ടൻ ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? ഞാനും വരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അമ്മയും ശശികലയും ഒക്കെ ഒന്ന് കാണണം. ഇപ്പൊ വരണ്ട, അമ്മയ്ക്ക് ശശികലയ്ക്കൊക്കെ സുഖം തന്നെ. ഇല്ല, ഞാൻ വരും. രാജേട്ടൻ എന്നെ കൊണ്ടാക്കണം. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? എന്ത് പറഞ്ഞാലും രാജേട്ടന്റെ കൂടെ ഞാൻ ഇന്ന് വരും. എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. ഇനി താമസിപ്പിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? വിവാഹം കഴിഞ്ഞാൽ രാജേട്ടൻ എന്റേത് മാത്രമാകുമെന്ന് ഉറപ്പാകുമല്ലോ. അപ്പൊ എന്നെ നിനക്ക് ഇപ്പോഴും സംശയമാണ്? ഇല്ല, രാജേട്ടന് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ രാജേട്ടന്റെ മേലെ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എന്നെ ഭരിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞതല്ലേ? രാജേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വിവാഹം കഴിച്ച് സ്കൂളിനടുത്തൊരു കൊച്ചു വീടെടുത്ത് നമുക്ക് കഴിയാം. എനിക്കൊരു തുണയാകുമല്ലോ. അതായത് ഞാൻ നിന്റെ പാറാവുകാരനായി നിൽക്കണമെന്ന്? എന്നെ കിട്ടൂല. പോ രാജേട്ടാ, എപ്പോഴും തമാശയാ. ഞാൻ കാര്യമായി പറഞ്ഞതാ. ആലോചിക്കാം. എനിക്കറിയാം രാജേട്ടൻ എന്നോട് ഇഷ്ടമില്ല അഞ്ഞിട്ടാ. ഒരധ്യാപികയായിട്ടും നിന്റെ കുട്ടിത്തം മാറിയിട്ടില്ലല്ലോ. കല്യാണം കഴിയട്ടെ, ജീവിതത്തിന്റെ കയ്പും മധുരവും ഞാൻ മനസ്സിലാക്കി തരാം. എന്താ ഇത്ര പറഞ്ഞാ തീരാത്ത കാര്യങ്ങള്? അമ്മേ, ശശികല ഇവിടെ വരാറില്ലേ? എന്ത് പറ്റിയെന്നറിയില്ല, 2-3 ദിവസം അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണാൻ കൊച്ചിട്ടാ ഞാൻ പോരാൻ നിർബന്ധം പിടിച്ചത്. എന്റെ മരണം അടുത്ത സുമിത്ര. നീ എന്തൊക്കെയായി പറയുന്നത്? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. എന്റെ കയ്യിലൊന്നും പിടിക്കാമോ? ഞാനൊന്ന് എണീക്കട്ടെ. തീക്കനലിൽ കൈവയ്ക്കുന്ന പോലെ ഉണ്ട്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 4-5 ദിവസമായി. മരുന്ന് വല്ലതും കഴിച്ചോ? കഴിച്ചു. എന്നിട്ട് എന്തേ മാറാത്തത്? ഇനി മാറിക്കൊള്ളു. നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ബസ് സ്റ്റോപ്പ് മാറിയാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അല്പം സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കാം. വരൂ. വരുന്നില്ലേ? വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടേ, വരാതിരുന്നേ. ചോദിച്ചത് കേട്ടില്ലേ? ഇന്ന് രാത്രി സുമിത്ര വീട്ടിലേക്ക് വരണം. ഒരു രാത്രി എന്റെ വീട്ടിൽ കഴിയാം. ഞാൻ വരില്ല. തീർച്ചയാണോ? അതെ. നീ വരില്ല? ഈ ഫോട്ടോകൾ ആരുടെയാണെന്ന് അറിയാമല്ലോ. ഒരു നിമിഷം കൊണ്ട് സുമിത്രയുടെ ഭാവി തകർക്കാൻ എനിക്ക് കഴിയും. നാളെ വൈകുന്നേരം ഈ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കും. ബൈ. ആരെ കാത്തിരിക്കുക? നിന്റെ മറ്റവനെയോ? ഉറങ്ങാൻ സമയമായില്ലടി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ വല്ലതുണ്ടോടി? ഇത്രയും നാളും ഞാൻ സഹിച്ചു. ഇനി വയ്യ, ഞാനിത് സമ്മതിക്കില്ല. ശ്യാമേ, ആരെ പേടി? You are so beautiful. എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞു. എന്നോടുള്ള പിണക്കം ഇനിയും തീർന്നില്ലേ? നിൽക്കൂ. എന്താ തീരുമാനം?
എന്നെ വെറുതെ വിടൂ. അതിന് സുമിത്ര ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് വരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, പോയിക്കോളൂ. ആ ഫോട്ടോ ഏറ്റവും തന്നേക്കൂ. തരാം. ഒരു അശ്ലീല മാസികയിൽ ഫോട്ടോകൾ അച്ചടിച്ച് നിനക്കും സതീഷിനും നിന്റെ ഹെഡ്മാസ്റ്റർക്കും ഓരോ കോപ്പി വീതം. ഓക്കെ? ദയവ് ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. അടുത്ത ബുധനാഴ്ച രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. അന്ന് ഞാൻ കാത്തിരിക്കും. വന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇവൾ അനാഥയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചി സമാധാനപ്പെടും. ഈ ദുഃഖങ്ങളൊക്കെ ഒരിക്കൽ തീരും. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടി ഞാൻ മരിച്ചുപോയെന്നെ. ചേച്ചിക്ക് ഞാനുണ്ട്. ചേച്ചി എന്റെ കൂടെ പോരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിധവയായി കഴിയാൻ എനിക്കാവില്ല. അമ്മേ, സുമിത്ര എവിടെ പോയി? മുറിയിലില്ലേ? അവിടെയൊന്നും കാണുന്നില്ലല്ലോ. സുഖവട്ടനെ അന്വേഷിച്ച് ഇവിടെ സ്ത്രീകൾ വലിയ പതിവാണ്. അക്കൂട്ടത്തിൽ ഒരാളായിരിക്കും സുമിത്ര എന്ന് കരുതിയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. സാരമില്ല, ശ്രീദേവിയുടെ വേദന കുറെയൊക്കെ മാലിന്യ പറഞ്ഞറിഞ്ഞു. എല്ലാം എന്റെ വിധിയാണ്. ശ്രീദേവിയുടെ വീട് കൊല്ലത്താണ്. ഭർത്താവ് ബിസിനസ്സാ, കടയിൽ പോയിരിക്കുന്നു. കുറെ ദിവസം മുൻപ് രാത്രി ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടല്ലോ. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് ഞാൻ. മനസ്സിലായില്ല? പ്രേമവിവാഹമായിരുന്നു ഞങ്ങളുടേത്. വീട്ടുകാരെതിർത്തിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായി എല്ലാം തകർന്നു. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ലാതായി. എന്റെ മോള് പോലും അദ്ദേഹത്തിന്റെ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീദേവിയുടെ വീട്ടുകാർക്കൊന്നും അറിയില്ലേ? വിവാഹത്തിന് ശേഷം എന്റെ സഹോദരൻ രാജീവ് മാത്രമേ ഈ വീട്ടിൽ കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്നെ വെറുപ്പാണിപ്പോഴും. എല്ലാ ദുഃഖങ്ങളും തീരും. രണ്ടിലൊരാൾ മരിക്കും.